ഹലോ അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറച്ചായി ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ചൊന്ന് ബിസി ആയിപ്പോയി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ എൻ്റെ ലിവിങ്ങിലുള്ള കുറേ ചെടികളൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് വെയിൽ കൊള്ളിക്കാനായിട്ട് ഞാൻ കുറച്ചധികം ദിവസം പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഉള്ളിൽ തന്നെ ഇങ്ങനെ വെക്കുമ്പോൾ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പുറത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നേരിട്ടുള്ള സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൽ കുറേ ഉണങ്ങിയ ഇലകളും അതുപോലെ കുറേ വെള്ളം കുറവുണ്ടായിരുന്നു. ഈ ഒരു മണി പ്ലാന്റ് ആകുമ്പോൾ ഞാൻ ആ ബോട്ടിലിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. അതിലൊക്കെ വെള്ളം കുറഞ്ഞതിലൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് റെഡിയാക്കി എടുത്തു. പിന്നെ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ കേട്ടോ. ഈ ഒരു കോർട്ട്യാർഡിൻ്റെ ഉള്ളിലും പുറത്തും ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ ഒരു ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ അതൊന്ന് ചേഞ്ച് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ചിലപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് വെക്കും, ചിലപ്പോൾ അതിൻ്റെ ആ ഒരു കോർട്ട്യാർഡിൻ്റെ ഉള്ളിൽ വെക്കും. അങ്ങനെയൊക്കെ ഒന്ന് മാറ്റി തിരിച്ച് വെച്ചെടുക്കാറുള്ള പതിവാണ് കേട്ടോ. അങ്ങനെ വീണ്ടും ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഞങ്ങളുടെ ഈ ഒരു കോർട്ട്യാർഡ് വരുന്നതിൻ്റെ നേരെ മുകളിലായിട്ട് പർഗോള കൊടുത്തിട്ടുണ്ട്. നല്ല സൂര്യപ്രകാശവും അതുപോലെ വെളിച്ചവും ഒക്കെ കിട്ടുന്നുണ്ട്. എന്നാലും നേരിട്ടുള്ള ആ ഒരു സൂര്യപ്രകാശം കിട്ടണമെങ്കിൽ പുറത്ത് വെക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തൊന്ന് വെക്കാറുണ്ട്. അപ്പോഴാണ് നമ്മുടെ ചെടികളൊക്കെ കാണാൻ നല്ല ലുക്കായിട്ട് വരുന്നത്. അകത്ത് തന്നെ ഇരിക്കുമ്പോൾ ഒരു ഉഷാറുണ്ടാവില്ല കേട്ടോ. അങ്ങനെ കോർട്ട്യാർഡിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചെടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് പിന്നെ ലിവിങ്ങിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സോഫ സെറ്റിയൊക്കെ ഇട്ടിരിക്കുന്നതിൻ്റെ ആ ഒരു മൂലയിലായിട്ട് അവിടെ ഞാനൊരു ചട്ടി വെക്കുന്നുണ്ട്. അത് സ്ഥിരമായിട്ട് അവിടെ വെച്ചിട്ടുള്ളതാണ്. നല്ലൊരു ലീഫ് ഒരു ഇലച്ചെടിയാണ് കേട്ടോ. അത് പുറത്ത് വയ്ക്കുമ്പോൾ നല്ലൊരു കളർ വരും. അപ്പോൾ അകത്ത് കുറേ ദിവസം ഇരിക്കുമ്പോൾ ആ കളറൊന്ന് ഡിമ്മാവും. അപ്പോൾ ഞാനതെടുത്ത് പുറത്ത് വയ്ക്കാറുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ആ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഒരു കുറച്ച് അധികം ദിവസം നമ്മളിത് എടുക്കാതെ അനക്കാതെ വെച്ചിരുന്നാൽ അവിടെ ഒരു പൊടിയും വലയും ഒക്കെ ഉണ്ടാവുകയും ചെടികൾക്കൊക്കെ കളറൊക്കെ ഇലയുടെ കളറൊക്കെ ഒന്ന് ഡിമ്മായി വരികയും ചെയ്യും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്നത് നല്ലതാണ്. പക്ഷെ അതുപോലെ അത് നോക്കി പോകണം കേട്ടോ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ വെള്ളം അതിന് കൊടുക്കുക. തികച്ചും വെള്ളം കുറവ് വേണ്ട ചെടികളാണ് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കേണ്ടത്. പക്ഷെ ഞാനിവിടെ രണ്ട് തരത്തിലുള്ളത് വെച്ചിട്ടുണ്ട്. കാരണം പുറത്ത് നല്ല ഭംഗിക്ക് നിൽക്കുന്ന ചില ചെടികളൊക്കെ കാണുമ്പോൾ തോന്നുന്നു ഇത് ഇൻഡോർ വയ്ക്കാൻ നല്ല രസമാണല്ലോ എന്ന് കരുതി എടുത്ത് ഉള്ളിൽ കൊണ്ട് വെക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഡോർ പ്ലാന്റ് കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഇലച്ചെടി, അത് നല്ലൊരു റെഡ് ആൻഡ് ഗ്രീൻ കളറിൽ നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ ഒരു രണ്ടാഴ്ചയിൽ കൂടുതൽ പുറത്തിരുന്നപ്പോൾ അത് നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഇത് ഇൻഡോർ ആയിട്ട് ഒരു രണ്ടാഴ്ച ഇരിക്കുമ്പോൾ ഈ കളറങ്ങ് ഡിമ്മാവും കേട്ടോ. ആ ചുവന്ന കളറൊക്കെ അല്ലാത്തൊരു ബ്രൗണിഷ് കളറായി അങ്ങ് പോകും. അപ്പോൾ വീണ്ടും ഇതുപോലെ പുറത്ത് വയ്ക്കുമ്പോൾ നല്ല രസമായിട്ട് എല്ലാ ഇലച്ചെടി ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, ഈ അകത്തിരിക്കുമ്പോൾ നമ്മൾ അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പെട്ടെന്ന് കളർ ഡിമ്മായി പോകും. പുറത്ത് വെച്ചിട്ട് എടുക്കുമ്പോഴാണ് നല്ല രസമായിട്ട് വരുന്നത്. കൂടി പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് പതിവാണ്. ഇതുപോലെ ഈ ഒരു ചെടി കണ്ടില്ലേ, ഇത് പുറത്ത് വെക്കുന്ന ചെടിയാണ്. ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്നതേ അല്ല. പക്ഷേ അതിൻ്റെ ഒരു ഭംഗി കാരണം ഞാനതെടുത്ത് അകത്ത് കൊണ്ട് വയ്ക്കുന്നതാണ്. പിന്നെ മണി പ്ലാന്റ് കുഴപ്പമില്ല, എവിടെ ഇരുന്നാലും അത് വളർന്നോളും. അതിനും വെയിൽ കിട്ടിയാൽ കളറിൽ നല്ലൊരു ലുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ കളറൊന്ന് ഡിമ്മായി പോകും, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ഈ സ്നേക്ക് പ്ലാന്റ്, ഇതൊക്കെ എന്തായാലും അകത്ത് വയ്ക്കാൻ പറ്റിയത് തന്നെയാണ്. അങ്ങനെ ഞാൻ ആ ചെടിയുടെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ സിറ്റ് ഔട്ടിൽ ഫുൾ അവിടെ പൊടിയും കുറച്ച് ഉറുമ്പൊക്കെ വിടുന്നത് കണ്ട് അതും അവിടെയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഇനി അകത്തോട്ട് കയറാമെന്ന് കരുതി. നമ്മുടെ വീടുകളിലൊക്കെ സിറ്റ് ഔട്ട് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ഒരെണ്ണം കൊടുക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് അത്യാവശ്യത്തിന് ഒന്ന് രണ്ട് പേർക്ക് ഇറങ്ങിയിരിക്കാനും വേണ്ടിയിട്ടൊക്കെ മാത്രമേ ഉള്ളത്. അല്ലാതെ ഇങ്ങനെ ഇത്രയും ലോങ് ആയിട്ട് കൊടുത്തിട്ട് എന്തായാലും ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു സ്പേസ് ആണ്. അപ്പോൾ എപ്പോഴും പൊടിയും അതുപോലെ മണ്ണൊക്കെ ഉണ്ടാവും. പിന്നെ മഴ പെയ്യുമ്പോഴും നമ്മൾ എത്ര സൂക്ഷിച്ചാലും ശരി തന്നെ കുറച്ച് സൺഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നന്നായിട്ട് വെള്ളം അടിച്ചു കയറാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എത്രയും ചെറുതായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയ്ക്ക് ചെറുതായിട്ട് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഈ ഒരു സ്റ്റോറിൽ ഒരു സൈഡിൽ കാർ പോർച്ച് വരുന്നതുകൊണ്ട് വെള്ളം അങ്ങനെ അധികം കയറാറില്ല. പക്ഷെ പൊടിയുണ്ട് കേട്ടോ, നന്നായിട്ട് പൊടി കയറി നിറയാറുണ്ട്. ഫുള്ള് ഞങ്ങൾ വീട്ടിൽ ചുറ്റിനും ഇന്റർലോക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും പൊടിയും മണ്ണും ഒക്കെ അടിച്ച് കയറാറുണ്ട്. എനിക്ക് തന്നെ ഇവിടെ നല്ല ജോലിയാണ്. കാരണം വീടിൻ്റെ ഉള്ളിലൊക്കെ ഒരു മോപ്പിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിലും ഈ ഒരു സിറ്റ് ഔട്ടിൽ ഒന്നരാടം ഇങ്ങനെ ചെയ്തേ പറ്റൂ. അപ്പോൾ കയറി വരുന്ന ഒരു സ്പേസും കൂടെ അല്ലേ, അപ്പോൾ നമ്മൾ എന്തായാലും വൃത്തിയാക്കി ഇട്ടാലേ പറ്റൂ. അപ്പോൾ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 4:30-5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഒരു കട്ടനിട്ട് ഒന്ന് കുടിച്ചിട്ട് പിന്നെ എനിക്ക് കാറിൽ കുറച്ച് ക്ലീനിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ കാറൊന്ന് വാഷ് ചെയ്യണം, കൂട്ടത്തിൽ തന്നെ ഒന്ന് വാക്വം ചെയ്തെടുക്കണം. അപ്പോൾ വല്ലാണ്ടിലുമാണ് ഈ ഒരു വാക്വം ചെയ്യലൊക്കെ നടക്കുന്നത്. കാറിൻ്റെ ഉള്ളിൽ ഫുള്ള് മണ്ണുകൊണ്ട് നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ വാക്വം ക്ലീനർ എടുക്കാതിരുന്നാൽ നമ്മൾ എത്ര ചെയ്താലും വൃത്തിയാവില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് ഹോസ് എടുത്ത് ഒന്ന് വാഷ് ചെയ്ത ശേഷം ഞാൻ കാറിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തുടയ്ക്കുകയും. അപ്പോൾ ഇത് മോന് സമയമുണ്ടെങ്കിൽ അവൻ ചെയ്തോളും. പക്ഷേ അവനിപ്പോൾ ലാസ്റ്റ് അവന് 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, എക്സാമിൻ്റെ ടൈമൊക്കെയാണ്.
അല്ലെങ്കിൽ അവനാണ് ഈ ഒരു കാറിൻ്റെ ക്ലീനിങ്ങും എല്ലാം ചെയ്യുന്നത്, വാക്കുകയും ചെയ്യും ഒക്കെ ചെയ്യും. അപ്പോൾ ആളിനിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഈ ഒരു വൈകുന്നേരം സമയമായപ്പോൾ ആ ഒരു വെയിലൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ നല്ല വെയിലാണ് ഏത് നേരവും. ഫ്രണ്ടിൽ നമുക്ക് നിൽക്കാനേ പറ്റാത്തത്ര വെയിലുണ്ട്. 5-5:30 മണിയൊക്കെ ആയപ്പോൾ ചെറുതായിട്ടൊന്ന് തണലൊക്കെ വന്നിട്ടുണ്ട്, വെയിലൊന്ന് മാറിയിട്ടുണ്ട്. അങ്ങനെ ആ സമയത്താണ് ഞാനൊന്ന് ക്ലീനിങ്ങിന് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാനാണ് കാറ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇക്ക ഉള്ളപ്പോൾ ഇക്ക ഉപയോഗിക്കും. ഇപ്പം ഞാൻ മാത്രം ഉപയോഗിക്കുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിൽ വണ്ടി ആകെപ്പാടെ നാശമായി പോകും കേട്ടോ. ഈ ഒരു വണ്ടിയുടെ ഉള്ളിലുള്ള ഡാഷ്ബോർഡും കാര്യങ്ങളും ഒക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് നനഞ്ഞൊരു തുണി വെച്ചിട്ട്. അതുപോലെ കാറ് ഫുള്ളായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഒരു ആവറേജ് രീതിയിൽ ഒന്ന് വാക്വം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കാറ് ഞാൻ യഥാസ്ഥാനത്ത് എടുത്തിട്ടു, പോർച്ചിലോട്ട് എടുത്തിട്ടു. എന്നിട്ട് ഞാനിവിടെ നമ്മുടെ ഒരു എയർ ജാക്ക് പ്ലാവ് ഉണ്ടല്ലോ, അതിലൊരു ചക്ക ഇങ്ങനെ ഏകദേശം ഒന്ന് വിളഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അതൊന്ന് നോക്കിയിട്ട് വരാമെന്ന് കരുതി ഞാൻ പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക. വീണ്ടും നാളെ കാണാൻ മറ്റൊരു വീഡിയോ ആയിട്ട്. അതുവരെ